നമ്മുടെ മെന്റലി ഫിറ്റ്നസിന് വേണ്ടിയിട്ടുള്ള 21 ദിവസത്തെ പ്രൊജക്ട് നമ്മളെ ഡീപ്ലി നമ്മളെ കുറിച്ച് പഠിക്കുന്നത്, നമ്മളെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക് പോയിന്റുകൾ തിരിച്ചറിയാനും അതനുസരിച്ച് നമുക്ക് സ്വയം തിരുത്താനുള്ള ഇറ്റ് മേഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ മീ. ഫാമിലി ബോണ്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അത് സത്യത്തിൽ എനിക്ക് എൻ്റെ ഒരു ലിമിറ്റ് ഞാൻ എവിടെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി, അതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ അതിൽ നിന്നൊക്കെ ഈ 21 ദിവസത്തെ ഒരൊറ്റ പ്ലാൻ കൊണ്ട് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എനിക്ക്. ഫാമിലി ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും പോലും It was really beneficial. നമ്മളെല്ലാവർക്കും മടിയാണ്, നമ്മളെല്ലാവരുടെയും വലിയ പ്രശ്നം മടിയാണ്. ഈ മടി കൊണ്ട് നമ്മൾ പലതും ചെയ്യാതെ മാറി നിൽക്കുന്നു. അതിനൊരു പോംവഴിയാണ് നമ്മുടെ ഡോക്ടർ നാസർ സാഹിബ് നമുക്ക് കാട്ടി തന്നത്. One activity every day for 21 days continuous, and we have to do it each day. And our activity was so well designed, like how the first thing should be. The first thing was like rewrite your story. എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്നൊരു അവസ്ഥയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്കത് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ട്രാൻസ്ഫോമിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ പുറത്ത് നടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. ഞാൻ അതിനൊരിക്കലും ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ അതെല്ലാതും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഓരോന്നായിട്ടും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നു. പക്ഷേ പേഴ്സണലി ഞാനൊരു ഫജർ നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങുക എന്നുള്ളത് എൻ്റെ വളരെ റൂട്ടീനാണ്, ഒരു ഹാബിറ്റാണത്. അപ്പോൾ എനിക്ക് പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ കൃത്യമായി 1, 2, 3, 4 ദിവസം നടക്കാൻ തുടങ്ങുകയും അത് ഗ്രാജുവലി എൻ്റെ ഹാബിറ്റായി മാറുകയും ചെയ്തു. എനിക്ക് സത്യത്തിൽ നടക്കാൻ പോയില്ലെങ്കിൽ എന്തോ ഒന്നും ചെയ്യാനില്ലാത്ത പോലത്തെ ഫീലാണ്. പിന്നെ എനിക്ക് പേഴ്സണലി ഒരുപാട് സമയം മോർണിംഗിൽ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു. And morning walk and all, I never believed that it had like so much energy, power, happiness in it. അത് എൻ്റെ ഈ ഒരു കംഫർട്ട് സോൺ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം അതൊരു ഹാബിറ്റായി മാറി എന്ന് എനിക്ക് ശരിക്കും കൃത്യമായി പറയാൻ പറ്റും. ഇതുവരെ എല്ലാ ദിവസവും എനിക്ക് നടക്കും. ഞാനിതിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പുറത്തുനിന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും പിന്നെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്യാനും അള്ളാഹ് തന്ന റഹ്മത്തുകളെ പറ്റി മനസ്സിലാക്കാനും എനിക്ക് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്ലാനായിരുന്നു 21 ദിവസത്തെ ഈ ഒരു. അതിൽ പ്രവാചകൻ പറഞ്ഞൊരു സംഭവം പറയുണ്ടായി, നമ്മൾ ഇതുവരെ ജീവിച്ച ഇന്നലത്തെ അതുപോലെ തന്നെയാണ് ഇനിയും നമ്മളെ ജീവിതം എന്നുണ്ടെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. വലിയൊരു മാറ്റമോ അങ്ങനെയൊന്നുമില്ല എൻ്റെ ലൈഫിൽ. എല്ലാ സെഷൻസും അത് കഴിഞ്ഞിട്ട് ടൈം മാനേജ്മെന്റ്, ഹൗ സക്സസ്ഫുൾ പീപ്പിൾ സ്പെൻഡ് ദിയർ ടൈം. ജീവിത തിരക്കുകളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൂട്ടമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സ്പിരിറ്റോടുകൂടി പലതിനും മാറ്റം വരുത്താനും ചില സംശയങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഉത്തരം കിട്ടാനും. And everything was very nice. And for me, alhamdulillah, this was a very beneficial session. എപ്പോഴും ഫാമിലി അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം അവർക്ക് ഒരു നമ്മുടെ ടൈം, ഒരു ക്വാളിറ്റി ടൈം നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് 1-2 ടോപ്പിക്കൊക്കെ ഇതിലിടുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ എല്ലാ ഗാഡ്ജറ്റ്സും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ കുറച്ച് സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ അന്ന് അവിടെ ഉണ്ടായ ഒരു ചേഞ്ച് എനിക്ക് പേഴ്സണലി ഒരു നല്ല അനുഭവമായിരുന്നു, നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ പേര് പോലെ തന്നെ നമ്മളെ ലൈഫിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്നുള്ളത് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. വിവാഹം കഴിഞ്ഞിട്ടൊരു 10-12 വർഷം കഴിഞ്ഞെങ്കിലും നമ്മൾ ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെ ഇരുത്തുകയും ഞങ്ങൾ തന്നെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒരു പർച്ചേസിനൊക്കെ പോകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്താണ്. അന്ന് ശരിക്കും ഞങ്ങൾക്കൊരു എന്തോ ഒരു ഫ്രഷ്നെസ്, ഒരു പുതിയൊരു അനുഭവം നമുക്ക് അന്ന് ഫീൽ ചെയ്തു. ഞങ്ങൾ അല്പം കുറച്ച് നേരം ഞങ്ങളിങ്ങനെ കണ്ടിരിക്കുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുകയും പിന്നെ ജ്യൂസ് കുടിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ചെയ്തു. അതിന് എത്ര നന്ദി പറയണമെന്നുള്ളത് ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ലാന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട് ചില സമയത്ത്. നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ ലഭിക്കുന്നു. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറില്ല. ഞാൻ അയാളെ സ്ഥാനത്ത് എന്നെ പ്ലേസ് ചെയ്തിട്ട് ഞാനും അതേപോലെ ഭയങ്കര സംശയമുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കതിലിപ്പം ഭയങ്കര ക്ഷമയും ഇതെല്ലാം കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
നമ്മൾ ഒരു ലിമിറ്റ് നമ്മൾ എവിടെയോ നമുക്ക് വെക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ആയി. കാര്യം ഞാൻ ആദ്യം നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നടത്തത്തിൻ്റെ ഒരു 500 മീറ്റർ എത്തുമ്പോൾ തന്നെ എനിക്ക് സാധാരണ ഞാൻ നടക്കാറുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇത്രയൊക്കെ എനിക്ക് നടക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷന് അവർക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവരൊരു മെച്യൂരിറ്റിയും അവർക്കൊരു പക്വത വരാനും ഇങ്ങനത്തെ കാര്യങ്ങളിലാണ്. 2 കിലോമീറ്റേഴ്സ് അങ്ങോട്ട് നടക്കുകയും ഓൾമോസ്റ്റ് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു 15 ദിവസം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. ഫാമിലി ലൈഫിലേക്കുള്ള ഇംപ്ലിമെൻറ്റ്സുകളും അതിൽ ഓരോരോ കാര്യങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസും ഇതെല്ലാം യൂത്തിനിപ്പോൾ വളരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ട്രാൻസ്ഫോർമിയ എന്ന വലിയൊരു പ്രൊജക്റ്റ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ പ്രൊജക്റ്റിൽ നമ്മളെല്ലാവരും അംഗങ്ങളാവുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നൂതന സാങ്കേതിക വിദ്യകളാൽ സമന്വയിപ്പിച്ച് മടി മാറ്റി നമുക്ക് എങ്ങനെ ആരോഗ്യം വീണ്ടെടുക്കാം, ഏത് രീതിയിലൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായിരുന്നു അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത്. പിന്നെ നമ്മളിതിൽ ഭാഗമാവുന്നതോടുകൂടി നമ്മൾ ഓരോ മൂവ്മെൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. നമ്മൾ എന്താണ് ചെയ്യുന്നത്. ആ പ്രൊജക്റ്റ് നമ്മൾ വളരെ ഭംഗിയായി നിറവേറ്റുകയും പിന്നെ അതിൻ്റെ ഭാഗമായി മാനസികാരോഗ്യം, ഹെൽത്തിനെ പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം. മാനസികാരോഗ്യം ദൃഢപ്പെടുത്തുന്ന രീതിയിലുള്ള പാക്കേജുകൾ അദ്ദേഹം നമുക്ക് തരികയും ആ പാക്കേജ് നമ്മൾ അതേ രീതിയിൽ തന്നെ പ്രാബല്യത്തിൽ നിർത്തുകയും ചെയ്തു. തീർച്ചയായും അത് മുന്നോട്ടുള്ള പ്രയാണങ്ങൾക്ക് ഊർജം നൽകുന്ന ഒന്നാണ് എന്ന് എനിക്ക് ദൃഢ നിശ്ചയമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയാൻ, ഷെയർ ചെയ്യാനുള്ള ഒരു ആർജവും, അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകൾ തിരിച്ചറിയാനുള്ള ചില സാഹചര്യം. അതിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഇതുപോലൊരു സംസാരിക്കാൻ എനിക്ക് കഴിയാറില്ല. അങ്ങനെ 2-3 നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ട്രാൻസ്ഫോർമിയ ഈ ഒരു നമ്മളൊരു വളരെ കാഷ്വലായി തുടങ്ങിയ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞെന്ന്. And anyone who wants to change should surely attend this. അതല്ല വെറുതെ പോകുന്ന വഴിക്ക് കയറാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഷൻ ഇത് അറ്റൻഡ് ചെയ്യേണ്ട. ദാറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. ബട്ട് ഇഫ് യു വോണ്ട് ടു ചേഞ്ച് വാട്ട് എവർ ചേഞ്ച്, ഇറ്റ് വിൽ ബി 100% അതൊരു ഗുഡ് ചേഞ്ച് ആവും നമ്മുടെ ഉള്ളിൽ. എല്ലാവരും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. താങ്ക് യു.